പി എ പറയുന്ന ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക്, അതിനിപ്പോ എന്താണ്, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ ലൈക്ക് അച്ഛനമ്മ, ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായി. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ഇപ്പൊ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണത്. എന്താണ് സംഭവം എന്ന് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്തായാലും ഇയാൾ ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ചത്, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബോച്ചയുടെ അറസ്റ്റിൽ വരെ എത്തുമെന്ന് ആരും ഇന്നലെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. വയനാട്ടിലെ മേപ്പാടിയിലുള്ള ബോച്ചയുടെ എസ്റ്റേറ്റിന് പുറത്ത് വെച്ചാണ് പോലീസ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത്. അറിയാലോ, ഹണി റോസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോച്ചയ്ക്കെതിരെ FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബോച്ചയെ തന്നെ ഒരു വേദിയിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പുള്ളിക്കാരി പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണല്ലോ ഈ കേസ് കൊടുത്തതും ബോച്ചനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ. എന്തായാലും ഹണി റോസ് ബോച്ചയ്ക്കെതിരെ FB പോസ്റ്റ് ഒക്കെ ഇട്ട സമയത്ത് കുറെ ബോച്ച ഫാൻസ് തെറി കമന്റുകളും മറ്റുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഹണി റോസിനെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ തെറി കമന്റ് ഇട്ട് അധിക്ഷേപിക്കുന്നവർക്കെതിരെയും നടപടി എടുക്കുമെന്ന് ഹണി റോസ് പറഞ്ഞതോടെ ഇപ്പൊ ഒരൊറ്റ ബോച്ച ഫാൻസ് പോലും മസിയിട്ട് നോക്കിയിട്ടും കാണാൻ പറ്റാതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേർ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തും രംഗത്ത് വരുന്നുണ്ട്. മാത്രവുമല്ല, ബോച്ചയിൽ നിന്നും ഇതിനു മുമ്പും മോശം അനുഭവങ്ങൾ ഉണ്ടായ പല സ്ത്രീകളും ഇപ്പൊ രംഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഹെലനോസ് പാർട്ടിയുടെ അനുഭവം കുറച്ച് പേരെ അറിഞ്ഞിട്ടുണ്ടാകും. ബോച്ചയിൽ നിന്ന് നേരിട്ട മോശം അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് ഹെലൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം നടക്കുന്നത് 4 വർഷം മുമ്പാണ്. ബോച്ചയ്ക്ക് കാഞ്ഞങ്ങാടോ മറ്റോ ഒരു റിസോർട്ടോ മറ്റോ തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പോലും. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഹെലനെ വിളിക്കുന്നത്. അങ്ങനെ ഹെലനും ഫാമിലിയും കൂടി കോഴിക്കോട്ടേക്ക് വന്ന ദിവസം ഇവർ ബോച്ചയെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഹെലന്റെ കൂടെ അന്ന് സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാരും കൂടി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയൊക്കെയായി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. അതിനെക്കുറിച്ച് ഹെലൻ തന്നെ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോക്കാം. എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ, കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ PA-യും സെക്രട്ടറിയും ഏതോ ഒരാളാണ്. എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആ ആളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ളത് ചോദിച്ചു. ഞങ്ങൾ ഫുഡ് കോർട്ടിലുണ്ട് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്, ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്. പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പറയുന്ന ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക്, കൊള്ളാലോ, ഹെലൻ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടി വന്നത് ബോച്ചയ്ക്ക് അങ്ങ് തീരെ പിടിച്ചില്ല. സംഗതി മനസ്സിലായല്ലോ, ആശാനെ ഹെലൻ ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു. പക്ഷെ ആശാന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞു. ഹെലനെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ആദ്യം കൊണ്ടുപോയത് കോഴിക്കോടുള്ള ബോച്ചെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. പക്ഷെ കൂടെ ഫാമിലി ഉണ്ടായത് കൊണ്ട് തന്നെ ആശാന്റെ മനസ്സിലിരിപ്പൊന്നും നടന്നില്ല. ഇനി എങ്ങനെയും നടക്കുമോ എന്ന് നൈസായിട്ട് അറിയാൻ വേണ്ടി ഒരു അസിസ്റ്റന്റിനെ വിട്ടതാണ് പുള്ളിക്കാരൻ. എന്നിട്ട് അയാളുടെ ചോദ്യമാണ്, ബോച്ചയെ കാണാൻ വരുമ്പോ ഒറ്റയ്ക്ക് വരേണ്ട മോളെ എന്നൊക്കെ. എന്തൊക്കെ തരം മനുഷ്യന്മാരാണല്ലേ, ബാക്കി കണ്ടോക്കാം. അതിനിപ്പോ എന്താണ്, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ ലൈക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാമന്മാര്, ഏട്ടന്മാര്, എൻ്റെ പാർട്ട്ണർ, അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോകാറില്ല. അപ്പൊ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറുള്ളത്. അതിന് എവിടേക്കായാലും എത്ര പിന്നെ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത്. ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി ട്രസ്റ്റ് മീ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ആരെ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത്, എനിക്ക് അല്ലാണ്ട് അറിയാം. ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെല്ലാം കൊണ്ടു നടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആള് ശ്രദ്ധിച്ചു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അപ്പൊ ആള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പോയിക്കോ, ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ, ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല. ഇവര് മെല്ലെയാണ് സംസാരിക്കുന്നുള്ളത്. ഡൂഡാണെങ്കിൽ ഡൂഡ് ഇയാൾ മെല്ലെയാണ് സംസാരിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസായി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു, പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അപ്പൊ അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സായി കൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ഭയങ്കര റോങ് ആയി പറഞ്ഞു, മീൻസ് ഭയങ്കര റോങ് ആയി. ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി. പിന്നെ അങ്ങനെ എല്ലാവരും ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഡൂഡ് ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ PA-ന്റെ അടുത്ത് ഭയങ്കര റോങ് ആയി. ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചു, ബില്ലൊക്കെ കൊടുത്ത്
നമ്മൾ വന്നു എന്നിട്ട് ചോദിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഇടയ്ക്കിടെ ഹെലൻ ഡ്യൂഡ് എന്ന് പറയുന്നത് സീക്രട്ട് ഏജന്റിനെ കുറിച്ചാണ് കേട്ടോ. സീക്രട്ടിനെ ഹെലൻ ഡ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. അന്ന് ബോച്ചയുടെ പി എ ഹെലനോട് സംസാരിക്കുന്നത് കണ്ട് എന്തോ പന്തികേട് തോന്നിയ സീക്രട്ട് ഏജന്റ് എന്താക്കി, ഹെലനോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു പി എനോട് നേരിട്ട് സംസാരിച്ച്. അങ്ങനെയാണ് സീക്രട്ടിനോട് ഹെലനെ കുറിച്ച് എന്തോ വൃത്തികേട് പറഞ്ഞു. അത് ഹെലനെ അറിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഹെലൻ പറഞ്ഞു വെച്ചത് അല്ലേ. ഇനി അന്ന് എന്താണ് അയാൾ സീക്രട്ട് ഏജന്റിനോട് പറഞ്ഞതെന്ന് സീക്രട്ട് ഏജന്റ് തന്നെ തന്റെ ചാനലിലൂടെ വന്ന് പറയുന്നുണ്ട്. നമുക്ക് കൂടി നോക്കാം. കിട്ടാൻ അപ്പൊ നമ്മൾ കുറച്ച് മാറി ഫുഡ് കോർട്ടിൽ നിന്ന് മാറി സംസാരിച്ചാൽ മതി. ഇയാൾ ഇന്നോട് ഡയലോഗ് അടിച്ചു. ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ, എന്തിനാ എല്ലാരെയും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പൊ എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു സാധനം കൺവേ ചെയ്തിട്ടില്ല. ഇയാൾ എന്നോട് എന്തിന് നിങ്ങൾ ഇത്ര പേര് വന്നേന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇയാൾ പറയുകയാണ്, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു, ബോച്ചയെ കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. ഇതാണ് അയാൾ ഉപയോഗിച്ചത്, പൂശണം എന്നുണ്ടായിരുന്നു. അത് കേട്ടതോടുകൂടി എനിക്ക് പൊട്ടി. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും പൂശണം? അത് ശരി, പൂശണം എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ബോച്ചയുടെ നാടായ തൃശ്ശൂരിലൊക്കെ ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പുരുഷൻ അവളെ എനിക്ക് പൂശണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ അതായിരുന്നു ബോച്ചയുടെ മനസ്സിലിരിപ്പ്. അതിനു വേണ്ടിയാണ് റിസോർട്ടിന്റെ പ്രൊമോഷൻ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഹെലനെ കോണ്ടാക്ട് ചെയ്തത്. ഇജാതി മനുഷ്യനിഷ്ടം. ഒരു ഭാഗത്തോടെ ഈ ചാരിറ്റി ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വൃത്തികേട് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ആളുകൾ കണ്ണടിച്ചോളുമെന്ന് ആശാൻ വിചാരിച്ചു കാണുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇയാളുടെ എല്ലാ വൃത്തികേടും സപ്പോർട്ട് ചെയ്യാൻ തലച്ചോറ് നായ നക്കിയ ചില ടീംസ് ഉണ്ടല്ലോ. പരനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ സംഭവിച്ചത്. കുറെ നാളായി ആശാൻ ഇങ്ങനെ നൈസായി രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ ഹണി റോസ് പ്രതികരിക്കാൻ തീരുമാനിച്ചതോടെ ആശാന്റെ പൂട്ട് വീണു. അറസ്റ്റിലാവുന്നതിന് തൊട്ടു മുമ്പ് ഹണി റോസിനോട് ചെറുതായിട്ടൊന്ന് മാപ്പ് പറഞ്ഞ് തടി തപ്പാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആശാന്. റിപ്പോർട്ടർ ടിവിയിലെ അരുണിനോട് സംസാരിക്കുന്നതിനിടക്കാണ് ഹണി റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ബോച്ചെ സംസാരിച്ചത്. നമ്മെന്തായാലും കേട്ടോക്കാം. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ. കുന്തിദേവി എന്നുള്ള ഒരു വാക്ക് പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറയാമായിരുന്നില്ലേ? അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് അങ്ങനെ മാപ്പ് പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതിൽ. തീർച്ചയായിട്ടും അതിന് സോറി പറയുന്നതുകൊണ്ട് എന്താണ്, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. മാത്രമല്ല ഇനി അറിഞ്ഞാലും ഈ ഹണി റോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ താൻ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാവരുത് പൊതുവെ, അതിപ്പോ ഞാൻ അല്ലെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരാളെയും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല. ഇനിയിപ്പോ മാപ്പും കോപ്പും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ആദ്യമേ നോക്കണമായിരുന്നു. നാവിന് ലൈസൻസ് ഇല്ലാന്ന് വിചാരിച്ച് എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. ഇവിടെ തന്നെ ഇപ്പൊ അരുണിനോട് സംസാരിക്കുമ്പോൾ ആശാൻ ആദ്യം ഈ സംഭവത്തെ ഒന്ന് ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, കുന്തിദേവി എന്ന് തന്നെയാണ് പറഞ്ഞത്, ഡബിൾ മീനിങ് ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മേകുന്നുണ്ടായിരുന്നു. പിന്നീടാണ് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറയുന്നത്. പക്ഷെ ഹണി റോസ് മാപ്പ് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഹണിയുടെ വാക്കുകളൊന്ന് കേട്ടോക്കാം. പറയുമ്പോൾ ഒരു കാര്യം കൂടി ഹണി റോസ്, അതായത് ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടൊക്കെ നേരിട്ട് ബോബി ചെമ്മണ്ണൂർ വിളിച്ചോ? അദ്ദേഹം ഞങ്ങളുടെ മാധ്യമത്തിലൂടെ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ. അദ്ദേഹത്തിന് മാപ്പ് പറയണമായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ മോശം കമന്റ്സുകൾ വന്നപ്പോൾ ഞാൻ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ വിളിച്ച് മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോട്. അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് എന്നെ വിളിച്ചപ്പോഴും ഞാൻ അത് ചെയ്യില്ല, അതിന്റെ റീസൺ ഇതാണ്, എനിക്ക് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ചെയ്തില്ല. വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പൊ അതൊരു ചാനലിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ മാപ്പ് സ്വീകരിക്കുന്നില്ല ഹണി? ഇല്ല. അതേതായാലും നന്നായി, അങ്ങനെ തന്നെ വേണം. ബോച്ചയ്ക്ക് 1-2 വട്ടം മാപ്പ് പറയാനുള്ള അവസരം ഹണി റോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ആ സമയത്തൊന്നും ആശാൻ പൈസയുടെ ഹുങ്കിൽ ഹണിയെ മൈൻഡ് ചെയ്തില്ല. തനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്കുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഈ അറസ്റ്റോട് കൂടി ഇല്ലാതായത്. സംഭവം ചിലപ്പം വലിയ നടപടികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ നിന്നൊക്കെ ഇയാൾ പുഷ്പം പോലും ഊരിപ്പോരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്ത് തോന്നിവാസം ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു ഹുങ്കുണ്ടല്ലോ, അതെന്തായാലും തീർന്നു കിട്ടിയിട്ടുണ്ടാകും. ഇനിയിപ്പോ ഇതുപോലെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഡബിൾ മീനിങ് ഛർദ്ദിക്കുന്നതിന് മുമ്പ് 2 തവണയെങ്കിലും ആശാനൊന്ന് ആലോചിക്കും. അതന്നെ വലിയ കാര്യം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.